രൂപത്തിലുള്ള ആക്ഷേപങ്ങളും വെറുപ്പുകളുമൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് നന്നായി ചിന്തിക്കൂ. മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 പുണ്യമാണ് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ ബാപ്പയെക്കാളും സ്നേഹിക്കുന്ന, ഉമ്മയെക്കാളും സ്നേഹിക്കുന്ന, നമ്മുടെ ജീവനേക്കാളും സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജാറവും കെട്ടിപ്പടുത്തിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലും നിലവിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിന്റെ പേരിലും സത്യം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ജാറവും മൂടിയിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലേക്കും നേർച്ച കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലും പോയി സത്യം ചെയ്തിട്ടില്ലെങ്കിൽ, എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദർഗയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണോ? നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരാൾക്ക് നമുക്ക് നമ്മുടെ ബാപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞ വസിയത്തെങ്കിലും പാലിക്കാത്ത മക്കളുണ്ടാകുമോ? എന്റെ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതെങ്കിലും ഞാൻ കേൾക്കട്ടെ എന്ന് ഏത് അനുസരണയില്ലാത്ത മക്കളും പറയില്ലേ? എന്നാൽ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്ന അവസാനത്തെ സമയങ്ങളിൽ അവിടുന്ന് ആ ലോകത്തോട് പറഞ്ഞത്, അതേ യഹൂദികൾക്കും നസറാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെയും പുണ്യാളന്മാരുടെയും ഖബർസ്ഥാനുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ്. അതുകൊണ്ട് സമുദായമേ, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു. ഇത് പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി വിലക്കുന്നു എന്ന വഫാത്തിനോടടുത്ത നേരത്ത് മഹാനായ നമ്മുടെ നേതാവ്, നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് ഒരു വസിയത്ത് നമ്മോട് പറഞ്ഞിട്ട് ആ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളതാ, മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ജാറം കെട്ടിപ്പടുക്കുന്നു, അതിന്മേൽ പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ നിലവിളക്ക് കൊളുത്തുന്നു, അവർക്ക് നേർച്ച കൊടുക്കുന്നു, ആ ഖബർ പോയി ചുംബിക്കുന്നു, ആ ഖബർ തൊട്ട് തടവുന്നു, രോഗം മാറ്റിത്തരണേ എന്നവിടെ പോയി കരഞ്ഞു പറയുന്നു, ആ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു, തവാഫ് ചെയ്യുന്നു, അങ്ങോട്ട് കാണിക്കപ്പെട്ടിയിൽ നേർച്ചപ്പെട്ടിയിൽ പണമെറിഞ്ഞു കൊടുക്കുന്നു. ഇസ്ലാമിന്റെ പ്രവാചകനോ സഹാബിമാരോ ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ടോ? സ്വഹീഹായ ഹദീസുകളിലുണ്ടോ? ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്ത എന്റെ മാന്യരായ ശ്രോതാക്കളൊന്ന് 1000 വട്ടം ചിന്തിക്കണേ. വളരെ വിനയത്തോടെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു.